അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിനക്കൊരു വിജനമായ ഒരു പ്രദേശം പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? വിജയകരമായി നമ്മൾ ലോഡ് ഇറക്കി പുറത്തിറക്കി. എന്നാ തണുപ്പാലടാ, ഹീറ്റർ ഓണാൻ കിട്ടുക. പുറത്ത് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോ എന്റെ പൊന്നു. അതെ, എനിക്കിപ്പോഴും എന്റെ ശരീരം ഇതായിട്ടില്ല. ചില്ലൊക്കെ ചുമ്മാ ഐസല്ല. നമ്മളവിടെ കൊണ്ട വണ്ടിയിട്ട് എങ്ങനെ കിടന്നുറങ്ങുന്ന ഞാൻ ആലോചിക്കുന്നത്. ഒരു പോപ്കോൺ എടുക്കണ്ടായിരുന്നു. മൂന്നാറിനേക്കാളും തണുപ്പുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇന്ന് നമ്മൾ ബാംഗ്ലൂരാണ് ഇപ്പോൾ ഉള്ളത്. ബാംഗ്ലൂർ നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി ജിപ്സം പൗഡറും കയറ്റി പോകുന്നതാണ്. ഇവിടെ വന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര തണുപ്പാണ്. അതെ, തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറയ്ക്കുന്ന തണുപ്പ്. ഇവിടുത്തെ തണുപ്പും മൂന്നാറിലെ തണുപ്പൊക്കെ ഏറെക്കുറെ സെയിമാ. മൂന്നാറൊക്കെ ഈ സമയത്ത് ചായ കുടിക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോ എന്റെ പൊന്നണാവേ കിട്ടാ വിറയ്ക്കുക. പക്ഷെ നമ്മളിന്നാ പകല് വെയിലത്ത് തീർന്നിട്ടേ ചൂടില്ലായിരുന്നല്ലോ. ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞാൽ 16 ഡിഗ്രി കാണാൻ പറ്റുന്നുണ്ടോ? ഇനി നമുക്ക് മൂന്നാറിന്ന് ട്രൈ ചെയ്താലോ? മൂന്നാറും 16 സെയിം കാലാവസ്ഥ അല്ലേ? സെയിം കാലാവസ്ഥ. പിന്നെ വേറെ രസമുണ്ട്. ഇപ്പൊ നമ്മള് വണ്ടിക്കകത്ത് ഹീറ്റർ ഇട്ടേക്കുക. അത് അറിയത്തില്ലല്ലേ, മൊത്തത്തിലല്ലേ പറയുള്ളൂ. അപ്പൊ 16 സെയിം മൂന്നാറ് കാലാവസ്ഥയാണ് ശരിക്കും. ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ വരുന്നവർക്ക് അടിപൊളിയല്ലേ? അടിപൊളിയാ. ക്രിസ്മസ് ടൈമില് തണുപ്പായിരിക്കല്ലേ? അല്ലേ? ക്രിസ്മസ് ടൈമില് നമ്മളെ മൂന്നാറിലും മഞ്ഞ് പെയ്ത്തല്ലേ? ഇടുക്കി മൊത്തം തണുപ്പല്ലേ? ഇടുക്കിയും വയനാടൊക്കെ തണുപ്പല്ലേ? പക്ഷെ ഇടുക്കി വയനാടൊന്നും ഒന്നും അല്ലെന്ന് തോന്നുന്നു ഇതിനു മുമ്പില്. അപ്പൊ ഇവിടെ ഇച്ചിരി ഉള്ളേരിയയിലൊക്കെ എന്നാ തണുപ്പായിരിക്കും. നമ്മുടെ മൂന്നാറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഉള്ളേരിയ അല്ലേ? അപ്പൊ ഇങ്ങോട്ട് ഇവിടുത്തെ ഉള്ളേരിയയിൽ എന്നാ തണുപ്പായിരിക്കും. ഇവിടെ ഈ ടൗൺ ഏരിയയിൽ എത്ര ഇതാണെങ്കിൽ ദേവനഹള്ളി കയറി പോകുമ്പോ കറക്റ്റ് അറിയാം. തിരിച്ച് കല്ലും കൊണ്ടാണ് പോണേ. അപ്പൊ തിരിച്ച് കല്ലെടുക്കാൻ പോകുമ്പോ ചിലപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഹീറ്റർ ഓൺ ആക്കേണ്ട അവസ്ഥയാവുന്നതാണ് തോന്നുന്നത് അല്ലേ? അല്ലേ പിന്നെ നമ്മള് മറ്റേ വിറകൊക്കെ വെട്ടിക്കൂട്ടി ക്യാബിനകത്ത് മറ്റേ തീയും കിട്ടും. അതേ നടക്കുള്ളൂ. ആംബുലൻസ് അല്ലേ? ഞാനോർത്ത് പോലീസ് വണ്ടിയാണ്. വിഷയം കേസാട്ടോ. ഹൈവേന്ന് അവിടുന്നില്ലേ ആ ലെഫ്റ്റ് വഴി കേട്ടോ. അവിടുന്ന് ലെഫ്റ്റാ. അവിടുന്ന് ലെഫ്റ്റ് കയറുമ്പോ അല്ല, അവിടുന്ന് ലെഫ്റ്റാന്ന് ഉദ്ദേശിച്ചേ. നമ്മളിനി ഹൈവേയിലേക്ക് കയറേണ്ട കാര്യമില്ല. ഇതിനിയിപ്പോ നമ്മൾ ഉള്ളേരിയയിലേക്ക് തന്നെ പോണേ. ഉള്ളേരി പോകുമ്പോ ചിലപ്പോ നല്ല തണുപ്പായിരിക്കും അല്ലേ? തൊണ്ടേ ഭവി നമ്മളിപ്പോ ചിക്കവല്ലാപൂരല്ലേ? ഇപ്പൊ ചിക്കവല്ലാപൂര്.
ഏത് റൂട്ടാണെന്നറിയാവോ ഇത് ഈ ഹൈവേ? അങ്ങോട്ട് പോണം. എനിക്കും അറിയത്തില്ല, അതാ ചോദിച്ചേ. കുഴപ്പമില്ല, അറിയാവുന്നവരെല്ലാം ചോദിക്കല്ലേ. ഈ രാത്രിയിലോ? നാളെ നമുക്ക് ചോദിക്കാം. നാളെ ചോദിക്കാം. കന്നഡ കുത്തൽവാ? കുറച്ചൊക്കെ കൊത്താന്നോ? അതിന് ഗോതമ്പല്ല, കന്നഡയാ. ഇവിടുത്തെ ഇലക്ഷൻ ആണോടാ? ഇവിടെയും പഞ്ചായത്ത് ഇലക്ഷൻ ആയിരിക്കും. ഇവിടെ പഞ്ചായത്തൊക്കെ കാണും അല്ലേ കർണാടകയില്? ലെഫ്റ്റ്. ഇവിടെ ഇലക്ഷൻ്റെതായ ഒരു വൈബ് കാണുന്നില്ല. ഇനി അങ്ങോട്ട് തിരക്കുണ്ടാവൂലടാ. കർണാടകയിൽ ബാംഗ്ലൂരിൽ നിന്നും ദേവനഹള്ളി വന്നിട്ട് തൊണ്ടേബവി റൂട്ടില് ഈ ടൈമിലൊന്നും വണ്ടികളില്ല സുഹൃത്തുക്കളെ, അല്ലേടാ? വണ്ടികളില്ല, ഒരു വണ്ടി പോലും കാണാനില്ല. വളരെ ശാന്തമായ അന്തരീക്ഷം. വൗ, നിശബ്ദത. ഇങ്ങനെയായിരുന്നെങ്കിലോ നമ്മളവിടുന്ന് പോന്നപ്പോ തൊട്ട്, കേരളത്തിൽ നിന്ന് തൊട്ട് ബ്ലോക്കും ഇല്ല. എന്റെ പൊന്നോ, ആ തൊപ്പൂരെന്നാ ബ്ലോക്കായിരുന്നു അറിയോ? അവിടെ ഹമ്പുണ്ടേ, തൊപ്പൂരെന്നാ ബ്ലോക്കായിരുന്നു അറിയോ? നീ അവിടെ നിർന്നില്ലായിരുന്നു? ആ, ഭയങ്കര ബ്ലോക്കായിരുന്നു. വഴിയോടെയാണ് പോകുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ. മറ്റേ വണ്ടിയൊക്കെ മാറിട്ടുണ്ടായിരുന്നോ? വണ്ടി മറിഞ്ഞു നോക്കണ്ടായിരുന്നോ? ഞാൻ അത് ശ്രദ്ധിച്ചില്ല. അവിടെ വഴിപണി നടക്കൂടാ, അതുകൊണ്ട് ഇപ്പൊ വണ്ടികളൊക്കെ പയ്യ പോണേ. അതെന്നാണ് ഇത്? ഇത് അമ്പലത്തിന്റെ ആണോടാ? അതിന്റെ പ്രോഗ്രാമിന് വേണ്ടി പുറത്തേക്ക് വിളങ്ങാൻ തോന്നുന്നു. മഞ്ഞാണോ അതോ മറ്റേ കുമ്മിടിക്കാണോ? ഏയ്, ഇത് മഞ്ഞാണത്. പിന്നല്ലാണ്ട് ഹ്യൂമിഡിറ്റിക്ക് എവിടെയാണോ ഇതുപോലെ തണുപ്പ്? നമ്മളൊക്കെ അവിടുത്തെ മഞ്ഞ് വേറെ സെറ്റപ്പ് അല്ലേ? എന്നാ സെറ്റപ്പാ? നമ്മളവിടുത്തെ മഞ്ഞ് ഒരു വെള്ള കളർ. ഇത് പിന്നെ എന്നാ കളറാ? അത് പക്ഷെ ചാര കളറല്ലേ? എടാ പോടാ പൊട്ട, ചാര കളറാണോ? വൈബില്ലാത്ത മഞ്ഞ് പോലെ ഫീൽ ചെയ്യുന്നു. എടാ അതെന്നാ സംഭവം അറിയോ? നമ്മുടെ ഇവിടുത്തെ മഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മൊത്തം മരങ്ങളായിരിക്കും അപ്പുറം ഇപ്പുറമൊക്കെ. അതിന്റെ ക്ലാരിറ്റി അതിന് അപ്പൊ നല്ല മഞ്ഞായിരിക്കും. പ്രകൃതിയുടെ രമണിയുണ്ട് അവിടെ, മനസ്സിലായോ? ഇവിടെ രമണിയില്ല. ഇത് കർണാടകയല്ലേ? രമണിയില്ലാത്തതിന്റെ കുഴപ്പമാ. ഇവിടെ രമണിയാണോ? കാണുള്ളിടത്ത് രമണി കാണും. നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ നോക്കാം. മറ്റേ റീജിയൻ കാണല്ലേ? അവിടെ എന്നാ വൈവായിരിക്കുമല്ലേ അപ്പൊ? അവിടെ ഒന്ന് ചെല്ലുമ്പോ നോക്കാം. അയ്യോ, അതൊരു കാടല്ലടാ. അവിടെ ചെല്ലുമ്പോ നീ ഉദ്ദേശിക്കുന്ന സാധനം കാണാൻ പറ്റും. ഉദ്ദേശിക്കുന്ന ഒരു വൈബ് കിട്ടുന്നുണ്ടോടാ ചെറുതായിട്ടെങ്കിലും? മഞ്ഞില്ലല്ലേ? ഏടാ, കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ വഴി പണിതോണ്ടിരിക്കുമല്ലോ. പണി തീർന്നു അല്ലേ? നിനക്കൊരു വിജനമായ ഒരു പ്രദേശം പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? വണ്ടിയില്ല, ആൾക്കാരില്ലാത്ത സ്ഥല. ആ ഡോറങ്ങ് ലോക്ക് ചെയ്തിട്ടു.
ഓക്കെ ഓക്കെ അല്ലേ? ധൈര്യമൊക്കെ ഉണ്ട്, എന്നാലും ചെറിയ പേടി. മുൻകരുതൽ എടുക്കണമല്ലോ. പിന്നല്ലേ, എടുക്കേണ്ട സാധനം എടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, കിട്ടേണ്ട സാധനം കിട്ടും. എന്താ വഴിയില്ലടാ, എടാ ചെളിയാണ്, ഈ സൈഡ് ചെളിയാണ്. ആ സൈഡ് ചേർത്ത് പിടിച്ചോട്ടോ. ഇവിടെ കൊണ്ടോ ചെറുതായിട്ട് താന്നിരുന്നു വണ്ടിയൊക്കെ. ഇച്ചിരി കാലോട് തൂക്കൂ. അതന്നെ അമ്പലമാണോടാ സംഭവം? കല്ല് പടം പിടിച്ചേക്കണ. ആ കാണാല്ലേ, വനമല്ലേ. ആ പഴയ വീഡിയോ ഉണ്ട്, പക്ഷെ ഇവിടെ മഞ്ഞില്ലല്ലോ. പ്രതീക്ഷിച്ച സാധനമില്ല. ഇങ്ങനെ വിജയകരമായി നമ്മൾ ലോഡ് ഇറക്കി പുറത്തിറങ്ങി. ഇതാണ് നമ്മൾ ലോഡ് ഇറക്കിയ കമ്പനി. അദാനിയുടെ കമ്പനി, അദാനിയുടെ സിമന്റ് ഫാക്ടറി. ചായ കുടിക്കണ്ടേ? എന്തെങ്കിലും കഴിക്കണ്ടേ? പൊന്നെ കഴിക്കണം. അല്ല, ഫ്രണ്ടിൽ ഏതെങ്കിലും ഹോട്ടലിൽ കയറിയാലോ? ഇതേ ചായക്കട കോഫി കിട്ടും തോന്നണോ? ആണ്ടോ, അവിടെ പോയി ഒരു കോഫി അങ്ങ് അടിച്ചാലോ? ഓക്കെ. ചെറിയ ട്രാക്ടറാണോ ഇത്? ആ, ചെറിയ ട്രാക്ടർ. ഇതെന്തിനാ കൃഷി സ്ഥലത്തേക്കായിരിക്കും. സമയം 11 മണിയാണെന്ന് കണ്ടാ പറയോ അല്ലേ? പണി തീരാണ്ട് കിടക്കണ വീടാണല്ലോ. വീടാണോ? 2-3 ഉണ്ടല്ലോ. എന്തോ വില്ല കാര്യങ്ങളൊക്കെയാണ്. പിന്നെയും പണിയുന്നുണ്ട്. മലയൊന്നും കറക്റ്റ് കാണത്തില്ലല്ലേ? മഞ്ഞാതെ നീ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോ എന്റെ പൊന്നാവേ എന്നാ തണുപ്പായിരുന്നറിയോ. വെയിലൊക്കെ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുതായിട്ട് സൂര്യൻ അടിച്ചു, വെയിലിനൊന്നും ചൂടേ ഇല്ല. ഭയങ്കര ചൂടായിരുന്നു. അതോ ഇപ്പോഴോ? കമ്പനിക്കകത്താ. നീ വണ്ടിക്കകത്തല്ല ഇരിക്കുന്നേ, അതിന്റെ ഒരു ചൂടായിരിക്കും. തൂത്ത് പറയണെങ്കിൽ ഇറങ്ങുമ്പോഴത്തേക്കും വേർത്തും. ഫുള്ളും മല അല്ലടാ. തല്ലൊക്കെ നോക്കി രസല്ലേ? ഓ, ശരി. ഈ വഴി പകലും വലിയ തിരക്കില്ലല്ലോ. ഈ വഴി തിരക്കില്ല. ദേവനാളി വരെ കുഴപ്പമില്ലല്ലേ? ആ, തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവനഹള്ളി കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ടൗണിനകത്തേക്ക് അങ്ങ് കയറണം. എൻ്റെ മോനെ വിഷയം തണുപ്പാ. തണുപ്പും പോട്ടെ, ബ്ലോക്കാ. ഞാനൊരു പ്രാവശ്യം അങ്ങനെ പോയി ചാടിയതല്ലേ. ബാംഗ്ലൂർ ടൗണിനകത്തേക്ക് എൻ്റെ പൊന്നോ, നോൺട്രി ആയിരുന്നു. ആദ്യമേ ഒരു പെറ്റി കിട്ടി, പിന്നെ വണ്ടി പിടിച്ചിട്ടു. 11 മണിയാകുമ്പോഴേ എൻ്റെ ടൈം ആവുള്ളൂ. 11 മണി ആയി കഴിഞ്ഞപ്പോഴത്തേനും നേരെ ഞങ്ങള് എന്നെ വിട്ടു, കയറിക്കൊള്ളാൻ പറഞ്ഞു. കയറാണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ ഇറങ്ങിയത് എപ്പോഴാണെന്നറിയാമോ? വൈകുന്നേരം 5 മണി ആയപ്പോഴാ. എൻ്റെ പൊന്നേ മതി, ബ്ലോക്കോട് ബ്ലോക്ക്.
ഇറങ്ങണ്ടായിരുന്നു നയിപ്പി. ആൾത്തിരക്കില്ലാത്ത വിജനമായ ക്ഷേത്രം. ഇന്നലെ നമ്മൾ ഇവിടെ വന്ന് നോക്കുന്നുണ്ടോ? പിന്നെ ഭീകരതയായിരുന്നല്ലേ ഇവിടെയൊക്കെ. പണി നടക്കും കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ടാർ ചെയ്യുമായിരിക്കും. ഇത് ഇന്നലെ നമ്മൾ കണ്ട ആ സ്ഥലമല്ലടാ, ഇത് ശരിക്കും ഒരു പാറയല്ലേ. പാറയിൽ ഇതെന്താ അമ്പലം കേട്ടോ. ഇവിടെ വാതിലൊന്നും ഇല്ലടാ. അവിടെ ഹൈറ്റ് കുറച്ചിട്ട് ഇവിടെ ഹൈറ്റ് കൂട്ടുന്നാണോ? മൊത്തത്തിൽ ഹൈറ്റ് കൂട്ടണോ? ഇതെന്നാ സുനാക്രിയ? കോൺക്രീറ്റ് സാധനല്ലേ? ഓ, ഇവിടെ വേറെ പാലം വരുവല്ലേ? ആ ബസ് വരുന്നതിന് ഇപ്പൊ കേറണോ? ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. മാസാവോ? അപ്പുറം ചെറിയൊരു തോടെ കൊടുത്തു. ശരിയാണ് ശരിയാണ്. ഇവിടെ ഇത്രയും ഹൈറ്റ് ആവുമല്ലേ ഈ കോൺക്രീറ്റ് വെച്ചാൽ അത്രയും. ഓഹോ ഹൈറ്റ് കൂട്ടിക്കൊണ്ട് വരുന്ന സെറ്റപ്പാന്ന് തോന്നുന്നു. എത്ര കോടിയുടെ പരിപാടിയായിരിക്കും അല്ലേ ഇവിടുന്ന് അവിടെ വരാ വഴി. റോഡ് റോഡ് ഈ വണ്ടിക്ക് ഇവിടെ ഉണ്ടല്ലേ? ഉണ്ട്. മഹേന്ദ്രയുടെ ഓരോ കൊച്ചു കൊച്ചു തമാശകളാ അതൊക്കെ. ടൂറിസ്റ്റ് വണ്ടിയാണ് പോണേ. ശ്രീ വിനായക ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ്. ഇതൊക്കെ മറ്റേ ബാംഗ്ലൂർ സ്റ്റോണിന്റെ ഒരു സെറ്റപ്പ് ആയിരിക്കുമല്ലോടാ. ഇതേ പാറയിലെ മര ഇതേ മലയിലെ പാറ. ഇതൊരു തോട ഒരു ആറല്ലേ? ഇത് തടാകമാണോ? ഓ, ഈ ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഈ കേരളത്തിൽ മൊത്തം അല്ലേ? ഹായ്, അങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയാണ്. ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ വന്നപ്പോൾ ഭയങ്കര തണുപ്പ് പുറത്തിറങ്ങിയപ്പോൾ. എന്നാ തണുപ്പ് മാറിയിട്ട് ബാക്കി കേഫിൽ പിടിക്കുന്നോളം വരെ കത്തിച്ചുകൊണ്ടിരിക്കണം. ഈ രണ്ട് വിറകല്ലേ? ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈബ് പിന്നെ സപ്പോർട്ടായിട്ട് എന്നാ സെറ്റപ്പ് അല്ലേ? ഇതല്ലേ ഇപ്പോഴാ മറ്റേ ആ സംഭവം മനസ്സിലാവുന്നേ. ഇങ്ങനെ തീയിട്ടിരിക്കുന്നതിന്റെ വൈബ്. ഇവിടെ രാത്രി ആരും വരുമായിരുന്നു. ലോങ്ങിലൊക്കെ കമ്പനി ഉണ്ട്. എടാ അതെന്നടാ കരിമ്പോ മാനാ സുഖനാക്രി. മതി മതി ഒത്തിരി ആവശ്യണ്ട. ആ പച്ചയാണ് കിട്ടോ? പച്ചയല്ല, ഉണക്കയത്. ഉണക്കാണോ? നന്നായിട്ട് കിട്ടോ. തണുപ്പല്ലേ?
ചായ 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 ചായ. ഞാൻ പൂരി കഴിക്കുന്നുള്ളൂ. പൂരി എനിക്ക് വേണ്ട. ചായ. ചോറിനാൾ മൂടില്ല. ഏടാ നിനക്ക് തണുക്കണില്ലേ? ഇല്ലേ? രാവിലെ ബ്ലഡ് ചൂടാക്കാൻ നീ എന്തെങ്കിലും ചെയ്തോ? നിനക്കെന്നാ തണുക്കാത്ത? എടാ കുഷ്ക ഉണ്ട് വേണോ? കുഷ്ക ഉണ്ട് വേണോ? ഇവിടെ മൊത്തം സീനാട്ടോ. കൊണ്ട എവിടെ ഇറങ്ങിപ്പോയി എടുക്കേണ്ട വരുമോ? ഗോള് അവിടെ നിന്നാണോ? അവിടെ ക്രെയിൻ ഉണ്ടല്ലേ? നമ്മളെ ലോഡ് കയറ്റിൻ്റെ ഇവിടെ വന്നതാണ്. അപ്പോൾ ഉച്ച ഒരു 4 മണിയൊക്കെ ആയിരിക്കും കയറ്റുമ്പോഴത്തേനും. 4 മണിക്കോ? അത് ഇവിടുന്ന് പോകുമ്പോൾ രാത്രിയാവും. രാത്രി അല്ലെങ്കിലും പോകാൻ പറ്റുള്ളൂ. ഹോസ്പിറ്റലൊക്കെ ബ്ലോക്കായിരിക്കും. അപ്പോൾ ശരി, ഇപ്പോൾ ബാക്കി വരെയായിട്ട് ഓക്കെ കാണാം.